بسم الله الرحمن الرحيم الحمد لله رب العالمين وصلى الله وسلم وبارك على عبده ورسوله محمد وعلى آله وصحبه أجمعين أما بعد സൂറത്ത് യാസീൻ 71 മുതൽ 75 വരെയുള്ള ആയത്തുകൾ, പേജ് നമ്പർ 445 445 ഈ വചനങ്ങളാണ് പുതിയ പാഠമായി നമ്മൾ ഇന്ന് പാരായണം ചെയ്യുന്നത്. ഈ ആയത്തുകളിൽ പ്രധാനമായി നമ്മൾ അറിയേണ്ട തജ്വീദ് നിയമങ്ങൾ സൂചിപ്പിക്കാം. അവലം യറൗ, അവലം യറൗ, റായിന് മാത്രമാണ് ഇവിടെ തഫ്ഖീം വരുന്നത്, തടിപ്പിച്ച് പറയേണ്ടത്. സാക്കിന മീമിനെ ഇൽഹാർ ഷഫവി നൽകണം, മണിക്കാതെ വെളിവാക്കണം. അവലം യറൗ, അവലം യറൗ. അന്ന നൂൻ മുഷദ്ദദ മണിച്ചുകൊണ്ട് ഓതുക. ശബ്ദ നൽകപ്പെട്ട നൂനിനെ 2 ഹറക്കത്തിൻ്റെ അളവിൽ മണിക്കുക. ഖലഖന, ഖലഖന. ഖാഇനും ഖാഫിനും തഫ്ഖീം നൽകണം, തടിപ്പിക്കണം. ഖാഫിന് സുക്കൂനാണ്, ഖൽഖല സുഗ്റ നൽകി വ്യക്തമാക്കി ശബ്ദം ചലിപ്പിക്കുക. ലഹും മിമ്മ, 2 ഷദ് നൽകപ്പെട്ട മീമാണ്. ആദ്യത്തേത് എന്ന് പറഞ്ഞാൽ സക്കിന മീമിനെ ഹറക്കത്തുള്ള മീമിലേക്ക് പൂർണ്ണമായും ലയിപ്പിച്ച് ഇദ്ഗാം ഷഫവി നൽകിയപ്പോൾ ഷദ് വന്നതാണ്. രണ്ടാമത്തേത് മീം മുഷദ്ദദയും. ഇവ രണ്ടും ഒരേപോലെ മണിച്ച് പറയുക. ലഹും മിമ്മ അമിലത് ഐദീന, അമിലത് സാക്കിനാണ്, മഹ്മൂസായ അക്ഷരമാണ്, ഹംസ് നിലനിർത്തി. അമിലത്, അമിലത് ഐദീന അൻആമ, ഐദീന. ഇതിലെ അലിഫിൻ്റെ ദീർഘം മദ് മുൻഫസിൽ ജായിസ്, 4-5 ഹറക്കത്തിൻ്റെ അളവിൽ ദീർഘിപ്പിക്കൽ അനുവദനീയമാണ്. അൻആമൻ ഫഹും, അൻആമൻ. സക്കിന നൂനിനെ ഇൽഹാർ ഹൽക്കി നൽകി മണിക്കാതെ വെളിവാക്കുക. തൻവീൻ വരുന്ന പദത്തിൻ്റെ അന്ത്യത്തിൽ അത് ഇഖ്ഫാ ഹഖീഖി നൽകി മണിച്ച് മറച്ച് അവ്യക്തമാക്കിക്കൊണ്ട് ഓതുക. അപ്പോൾ അൻആമൻ ഫഹും ലഹ, ഫഹും സക്കിന മീം ഇൽഹാർ ഷഫവി മണിക്കാതെ വെളിവാക്കണം. ഫഹും ലഹ മാലികൂൻ. എല്ലാം ഇസ്തിഫാലിൻ്റെ അക്ഷരങ്ങളാണ്, ഒന്നിനു പോലും തഫ്ഖീം വരുന്നില്ല, തർക്കീഖാണ് എന്നത് ശ്രദ്ധിക്കുക. وَذَلَّلْنَاهَا لَهُمْ فَمِنْهَا رَكُوبُهُمْ, وَذَلَّلْنَاهَا لَهُمْ. وَذَلَّلْنَاهَا ലാമിനെ ഇൽഹാർ ചെയ്യണം, സാക്കിനായ ലാം. ലഹും ഫമിൻഹാ സാക്കിന മീം ഇൽഹാർ ഷഫവി. അതേപോലെ റകൂബുഹും വമിൻഹ, അവിടെയും സാക്കിന മീം ഇൽഹാർ ഷഫവി. ഈ 2 ഇൽഹാറിലും ഫാവും വാവുമാണ് ശേഷം വന്നത് എന്നതുകൊണ്ട് സൂക്ഷ്മതയോടെ ഇൽഹാർ ഷഫവി നൽകുക. ഫമിൻഹ സാക്കിന നൂനിനെ ഇൽഹാർ ഹൽക്കി നൽകുക. ഫമിൻഹ റകൂബുഹും, റകൂബുഹും റാ തടിപ്പിച്ച് തഫ്ഖീം ചെയ്യുക. വമിൻഹ വീണ്ടും സാക്കിന നൂൻ ഇൽഹാർ ഹൽക്കി. റകൂബുഹും വമിൻഹ യഅ്കുലൂൻ, യഅ്കുലൂൻ. വലഹും ഫീഹ വീണ്ടും സാക്കിന മീം ഫാഇന് മുമ്പിൽ വന്നു, ഇൽഹാർ ഷഫവി സൂക്ഷ്മതയോടെ. മനാഫിഉ വമശാരിബ്, എല്ലാം തർക്കീഖിൻ്റെ അക്ഷരങ്ങളാണ്. മനാഫിഉ വമശാരിബ്. ഖൽഖല കുബ്ര നൽകി ബായിൽ സുക്കൂൻ ഹറക്കത്ത് പോലെ ശബ്ദം ചലിപ്പിച്ച് വ്യക്തമാക്കി നിർത്തുക. അഫലാ യഷ്കുറൂൻ, അഫലാ യഷ്കുറൂൻ. ഷീൻ തഫശിയാണ്,
ആ സിഫത്ത് ശ്രദ്ധിച്ച് ഷീൻ ഉച്ചരിക്കുക. യഷ്കുറൂൻ. റാ തഫ്ഖീം ചെയ്ത് തടിപ്പിക്കേണ്ട അക്ഷരമാണ്. വത്തഖദു ഖാഇന് തഫ്ഖീമാണ്. പൂർണ്ണമായ തഫ്ഖീം നൽകി തടിപ്പിച്ച് ഉച്ചരിക്കണം. മിൻ ദൂനില്ലാഹി സകിന നൂൻ ഇഖ്ഫാ ഹഖീഖി മറച്ചു മണിച്ചുകൊണ്ട് ഓതുക. മിൻ ദൂനില്ലാഹി ആലിഹതൻ ലഅല്ലഹും. ആലിഹതൻ തൻവീനിന് ശേഷമുള്ള ലാമിൽ പൂർണ്ണമായും ലയിപ്പിച്ച് മണിക്കാതെ ഉച്ചരിക്കണം. ഇദ്ഗാം ബിലാ ഗുന്ന. ആലിഹതൻ ലഅല്ലഹും യുൻസറൂൻ. സാക്കിനായ മീമിനെ ഇൽഹാർ ഷഫവി നൽകുക, മണിക്കാതെ വെളിവാക്കുക. യുൻസറൂൻ. ഇവിടെ സാക്കിനായ നൂനിനെ ഇഖ്ഫാ ചെയ്യണം. മറച്ചു മണിച്ച് അവ്യക്തമാക്കി മണിച്ചുകൊണ്ട് ഓതണം. മണിക്കലിൽ തഫ്ഖീം ഉണ്ടാകണം, തടിപ്പിച്ചുകൊണ്ട്. കാരണം ശേഷമുള്ളത് തഫ്ഖീം ചെയ്യേണ്ട ഇസ്തിഅലാഇൻ്റെ ഹർഫായ സ്വാദാകുന്നു എന്നതാണ്. യുൻസറൂൻ. റായിനും തഫ്ഖീം കൊടുക്കുക. യുൻസറൂൻ. ലാ യസ്തതീഊന നസ്റഹും. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ത്വാഇന് തഫ്ഖീമാണ്, കുറഞ്ഞ തഫ്ഖീം. കസ്റായതുകൊണ്ട് താരതമ്യേന തഫ്ഖീം നിസ്ബി. ലാ യസ്തതീഊന. ഐന് മുതവസ്സിത്തായ ബൈനിയ്യത്ത് നൽകപ്പെടുന്ന ഐൻ തൊണ്ടയുടെ മധ്യത്തിൽ നിന്ന് ഉച്ചരിക്കുക. ലാ യസ്തതീഊന നസ്റഹും വഹും ലഹും ജുന്ദുൻ. അവിടെ നസ്റഹും സ്വാദിനും റായിനും തഫ്ഖീം നൽകണം. 3 സാക്കിനായ മീമുകൾ, 3ഉം ഇൽഹാർ ഷഫവിയാണ്. വാവിന് മുമ്പിൽ സൂക്ഷ്മത വേണം. സാക്കിനായ മീം അവ്യക്തമാവാൻ സാധ്യതയുള്ളതാണ് എന്നതുകൊണ്ട് നസ്റഹും വഹും ലഹും ജുന്ദുൻ. ഇവിടെ സാക്കിന നൂനിനെ ഇഖ്ഫാ ഹഖീഖി നൽകി മറച്ചു മണിച്ചോതുക. ജുന്ദും മുഹ്ദറൂൻ. ജുന്ദുൻ എന്നതിലെ അന്ത്യത്തിലെ തൻവീനിനെ പൂർണ്ണമായും മീമിലേക്ക് ലയിപ്പിച്ച് മണിക്കണം. ഇദ്ഗാം ബിഗുന്ന കാമിൽ. മുഹ്ദറൂൻ. ദ്വാദ് പൂർണ്ണമായ തഫ്ഖീം നൽകി തടിപ്പിക്കുക. റായിനും തഫ്ഖീം നൽകി ഉച്ചരിക്കുക. അപ്പോൾ ജുന്ദും മുഹ്ദറൂൻ. ദ്വാദിൻ്റെ ഉച്ചാരണമാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. അതിൻ്റെ ഒരു സൈഡ് മൊത്തത്തിലാണ് അതിൻ്റെ മഖ്റജ്. മേലെ അണപ്പല്ലിനോട് ചേർത്ത് ഇസ്തിത്താല നൽകപ്പെടുന്ന പ്രത്യേകമായ അക്ഷരം തഫ്ഖീമിൻ്റെ ഹർഫാണ്. ഇസ്തിഅലാഇൻ്റെ അക്ഷരമാണ്. ഇത്ബാഖിൻ്റെ അക്ഷരമാണ്. മുഹ്ദറൂൻ. ബാറക്കല്ലാഹു ഫീക്കും. أعوذ بالله من الشيطان الرجيم. أولم يروا أنا خلقنا لهم مما عملت أيدينا أنعاما فهم لها مالكون وذللناها لهم فمنها ركوبهم ومنها يأكلون ولهم فيها منافع ومشارب أفلا يشكرون
واتخذوا من دون الله آلهة لعلهم ينصرون لا يستطيعون نصرهم وهم لهم جند محضرون